നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല, ഈ മേഖലയെക്കുറിച്ചൊക്കെ ഞാൻ പറയുന്നത് ഇതൊക്കെയാണല്ലോ നാട്ടിലെല്ലാവരെയും ബാധിക്കുന്ന കാര്യം. അതുകൊണ്ടാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് 2016 ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ അന്നത്തെ യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർമാരുടെ യോഗം വിളിച്ചിരുന്നു. ഏതെങ്കിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം രാജ്യത്തെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ ആദ്യത്തെ നമ്പറുകളിലൊന്നും കാണില്ല. എന്നുവെച്ചാൽ 100-ൽ ഇല്ല, 100-ന് മേലെയേ ഉള്ളൂ, 100-ന് താഴെയില്ല. അപ്പോൾ അവരുമായി ചർച്ച ചെയ്തു. അന്ന് നമ്മൾ കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്താണ്. പക്ഷേ എങ്കിലും അവരുമായി ചർച്ച ചെയ്തു, ഇതിന് മാറ്റം വേണ്ടേ, എങ്ങനെയാണ് മാറ്റം വരുത്താൻ കഴിയുക, എന്തുകൊണ്ട് നമ്മൾ രാജ്യത്തുള്ള ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഒരു പട്ടിക തയ്യാറാക്കിയാൽ ആദ്യത്തെ കുറച്ച് നമ്പറുകളിൽ നമ്മുടെ കേരളത്തിലെ സ്ഥാപനങ്ങളും ഉണ്ടാകണം എന്ന നില വരുത്തിക്കൂടാ? അവരത് ഏറ്റെടുത്തു, ഒരു ചാലഞ്ചായി തന്നെ ഏറ്റെടുത്തു. നമ്മുടെ സംസ്ഥാനത്ത് 2021 LDFന് തുടർഭരണം ജനങ്ങൾ സമ്മാനിച്ചല്ലോ. 2021 ഉന്നത വിദ്യാഭ്യാസ രംഗത്താണ് ഏറ്റവും കൂടുതൽ കേന്ദ്രീകരിക്കേണ്ടതെന്ന് കണ്ടു. കാരണം പൊതുവിദ്യാഭ്യാസ രംഗം കുറേ മെച്ചപ്പെട്ടു വന്നിരിക്കുന്നു. ഇപ്പോഴെന്താ സ്ഥിതി? 9 വർഷത്തെ അവസ്ഥയെടുത്താൽ നമ്മുടെ രാജ്യത്തെ പൊതു യൂണിവേഴ്സിറ്റികൾ ആദ്യത്തെ 1 ഡസൻ, അതിൽ 3 എണ്ണം നമ്മുടെ സംസ്ഥാനത്തിലേതാണ്. കേരള 9, ഗാന്ധി 10, കൊച്ചി 10, ഗാന്ധി 11. കാലിക്കറ്റ് 43-ാം സ്ഥാനത്താണ്. മാറിയില്ലേ? മാറ്റമാണല്ലോ ഇത് കാണിക്കുന്നത്. മാത്രമല്ല, കേരളത്തിലെ കോളേജുകൾ അത് ആദ്യത്തെ 100-ൽ 16 എണ്ണം കേരളത്തിൽ നിന്നുള്ളതാണ്. എങ്ങനെ വന്നതാണ് മാറ്റം? ആ രംഗത്ത് മാറണമെന്ന് പറയുക മാത്രമല്ല ചെയ്തത്, ആവശ്യമായ സാമ്പത്തിക സഹായം നൽകി, ആവശ്യമായ സാമ്പത്തിക പിന്തുണ നൽകി. അതിൻ്റെ ഭാഗമായി മാറ്റങ്ങൾ വന്നു, പുതിയ കോഴ്സുകൾ വരുന്നു, പശ്ചാത്തല സൗകര്യം വർദ്ധിക്കുന്നു, അടിസ്ഥാന സൗകര്യം വർദ്ധിക്കുന്നു, ലൈബ്രറികളുടെ സൗകര്യം കൂടുന്നു, ലാബിൻ്റെ സൗകര്യം കൂടുന്നു. എന്തിനധികം പറയുന്നു, ഹോസ്റ്റലുകൾ പോലും ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡിലേക്ക് മാറുന്നു. കാരണം ഇൻ്റർനാഷണലായിട്ടുള്ള വിദ്യാർത്ഥികളടക്കം നമ്മുടെ സംസ്ഥാനത്തേക്ക് വരികയാണ്. ഇതാണിപ്പോൾ അനുഭവം. ഈ വർഷം നല്ല തോതിൽ വിദേശത്തുള്ള വിദ്യാർത്ഥികളുടെ പ്രവേശനം ആഗ്രഹിക്കുന്നവരുടെ എണ്ണം കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് കണക്ക് പറയുന്നത്. മാറ്റമല്ലേ ഇത് കാണിക്കുന്നത്? കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും മാറ്റങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആധുനിക കോഴ്സുകൾ നല്ല രീതിയിൽ സ്ഥാപിക്കാനാണല്ലോ നമ്മൾ തയ്യാറാകുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകത വിജ്ഞാന രംഗത്ത് വലിയ തോതിലുള്ള ഇടപെടലാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്ഥാനത്താണ് രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി വന്നത്. ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളത്തിൻ്റെതാണ്. ഡിജിറ്റൽ സയൻസ് പാർക്ക് കേരളത്തിൻ്റെതാണ് ആദ്യത്തേത്.
അപ്പോൾ കേരളം എങ്ങനെ മാറുന്നു എന്നുള്ളതാണ് ഇതൊക്കെ കാണിക്കുന്നത്. നമ്മുടെ നാട് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു വിജ്ഞാന കേന്ദ്രമായി കേരളം പരിവർത്തിക്കപ്പെടുകയാണ്. ഇത് ഒരു ഭാഗം. ഇപ്പോൾ കേരളത്തിലെ യുവാക്കൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന ഒരു തൊഴിൽ മേഖലയാണല്ലോ IT മേഖല. IT മേഖലയിൽ നേരത്തെ നമുക്ക് അഭിമാനകരമായൊരു പങ്കുണ്ടായിരുന്നു. കാരണം തിരുവനന്തപുരം ടെക്നോ പാർക്ക് രാജ്യത്തെ ആദ്യത്തെ ടെക്നോ പാർക്കാണ്. പക്ഷേ അതിന് ആ രീതിയിൽ തുടർച്ചയുണ്ടായി എന്ന് പറയാൻ പറ്റില്ല. നമുക്ക് ശേഷം വന്ന ചിലർ വളരെ വേഗം മുന്നോട്ട് പോയി. നമുക്കെവിടെയോ സ്തംഭനമുണ്ടായി. 2016 ആ ഒരു സ്തംഭനാവസ്ഥയിലായിരുന്നു നമ്മൾ. ഇപ്പം നാം നല്ല കുതിപ്പിലാണ്. വലിയ തോതിൽ നമ്മുടെ കേരളത്തിലെ IT പാർക്കുകളിലെ സ്ഥാപനങ്ങളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുന്നു. ജീവനക്കാരുടെ എണ്ണം വലിയ തോതിൽ പെരുകിയിരിക്കുന്നു. ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത് വൻപിച്ച വർധനവ് കേരളത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിൻ്റെ മാറ്റം എങ്ങനെയെന്നാണല്ലോ ഇത് കാണിക്കുന്നത്. 2016 ജനങ്ങൾ ആഗ്രഹിച്ച തോതിലുള്ള മാറ്റം വരുന്നുവെന്നാണ് നാം കാണേണ്ടത്. ഓരോ രംഗത്തും ആ മാറ്റം പ്രതിഫലിക്കുന്നുണ്ട്.